ഇത് ഇപ്പോൾ രാംകുമാർ സാർ പറഞ്ഞതാണ്. ഈ വാനരന് വാലലങ്കാരമാണെങ്കിൽ അവസരവാദം CPM ഒരു അലങ്കാരമാക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. CPM ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അത് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അവരുടെ നിലപാടുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വീക്ഷണങ്ങൾ എല്ലാം തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇത് CPM സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനപരമായി അവരുടെ ഒരു കേഡേഴ്സിനിടയിൽ സംശയമുളവാക്കുന്നുണ്ട്. അത് ആണ് ഇന്ന് പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് ഈ നിലപാട് ഒരിക്കൽ ഈ നമ്മുടെ CPM ഈ ഇരട്ടത്താപ്പ് ഒന്നുകൂടി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഇവരുടെ ഈ മതേതരത്വ ഈ മുഖം കൂടി ഇന്ന് ബോംബെ ഹൈക്കോടതി വലിച്ചു കീറിയിരിക്കുകയാണ്. ജയേന്ദ്രൻ, അതല്ലേ അതിൻ്റെ ശരി? CPM പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുഖം കൂടി വലിച്ചു കീറിയിരിക്കുന്നു ബോംബെ ഹൈക്കോടതി. ഓക്കെ, പിന്നെ രാംകുമാർ സാറ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ. അതിനു മുമ്പ് നമ്മൾ ദീർഘനേരം സംസാരിച്ചതിൽ ഒരു വിഷയം ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നു. താങ്കൾ ആരോപിച്ച ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശ് വിഷയം ഞാൻ ചോദിക്കട്ടെ. നമ്പ്യാർ, ഈ പൊളിറ്റിക്കൽ കൂ ഉണ്ടായല്ലോ, രാഷ്ട്രീയ അട്ടിമറി ബംഗ്ലാദേശിലുണ്ടായതിനു ശേഷം ഷെയ്ഖ് ഹസീന എവിടെയാണ് ഇപ്പോൾ? എല്ലാവർക്കും അറിയാം അവരെവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ട് എന്നുള്ളത്. എന്താണ് ആ ഡോക്ടർ യൂനിസ് ആണല്ലോ അധികാരത്തിലുള്ളത് ഇപ്പോൾ അവിടെ. അദ്ദേഹത്തോടുള്ള നിലപാട് എന്താണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ? ആ ഗവൺമെൻറ്റിനുള്ള നിലപാട്. 3, ഹസീനെ വിട്ടുകിട്ടണമെന്ന് ദീർഘകാലമായി ഡോക്ടർ യൂനിസിൻ്റെ സർക്കാർ ആവശ്യപ്പെടുന്നുണ്ടല്ലോ യൂണിയൻ ഗവൺമെൻറ്റിനോട്, ഇന്ത്യ ഗവൺമെൻറ്റിനോട്. എന്താണ് അക്കാര്യത്തിൽ നിലപാട് ഇന്നുവരെ പറയാൻ പറ്റാത്തത്? അപ്പോൾ അത് ഇരട്ടത്താപ്പല്ല. രാംകുമാർ സാർ, ഇതാണ് യഥാർത്ഥ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. താങ്കളെ പോലെ ഉള്ള പ്രഗത്ഭരായ അഭിഭാഷകർ ആ വസ്തുത അറിയാത്ത ആളൊന്നുമല്ല താങ്കൾ. എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. പക്ഷെ താങ്കൾ അത് സമ്മതിക്കില്ല, പറയില്ല. അതാണ് എനിക്കൊന്നും പറയാനില്ല സി ജയൻ. അല്ല, ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് സർ. ഞാനത് പറഞ്ഞോട്ടെ. ഞാൻ സമയമില്ലല്ലോ, സമയം എടുക്കാൻ സമയമില്ല. അത് പിന്നെ അതിന്റെ അദ്ദേഹത്തിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞുള്ളേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ബംഗ്ലാദേശ് നിങ്ങളൊക്കെ സംഭവിച്ചു കൊടുക്കുക. എന്താ പാകിസ്ഥാനിലോ? അവിടെ നിന്ന് ആരാ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഇവിടെ ആരാ പാകിസ്ഥാനിൽ അഭയം കൊടുക്കുന്നത്? അവിടുത്തെ വകവെക്കണ്ടെന്നേ ഞാൻ അത്ര സൗജന്യങ്ങൾ എനിക്ക് നിങ്ങൾ തരണ്ട. അത് വിടൂ. കഴിയുന്ന രീതിയിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത്. അതുകൊണ്ട് താങ്കളോട് നിൽക്കൂ. ഞാൻ പറഞ്ഞില്ലേ, രാംകുമാർ സാറിന്റെ അഭിപ്രായങ്ങൾക്ക് എനിക്ക് പറയണ്ടേ? അതിന് പത്മകുമാർ എന്തിനാണ് എതിർക്കുന്നത്? അല്ലാതെ ഇടപെടരുത്. ഞാൻ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സിന് എനിക്ക് കഴിയുന്ന രീതിയിൽ പറയാമെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇത് ഈ കടലോര പാർട്ടി എന്ന് താങ്കൾ കടലോര പാർട്ടി എന്ന് താങ്കൾ അങ്ങനെ ഒരു എന്താണ് അലങ്കാരമാണല്ലോ ചാർത്തി തന്നത്. അത് അതും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരിഫ് ഹുസൈനോട് പറഞ്ഞ പോലെ ഖേദപൂർവ്വം വിയോജിക്കട്ടെ സർ. അങ്ങയുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ലാത്തതുകൊണ്ടല്ല, ഞാനതിനെ മാനിക്കുന്നു. പക്ഷെ ഖേദപൂർവ്വം വിയോജിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ ഇവിടെ സമയമില്ല. താങ്കൾക്ക് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ പരിപൂർണമായിട്ട് അതിനോട് യോജിക്കുകയും ചെയ്യുന്നു. ഇനി ഈ പറയുന്ന ബോംബെ ഹൈക്കോടതിയാണല്ലോ അടിസ്ഥാന പ്രശ്നം. ആ പ്രശ്നത്തിൽ കോടതിയുടെ ഉത്തരവാദിത്വം എന്താ? നിയമം നിർമ്മിക്കുകയല്ലോ, നിയമം വ്യാഖ്യാനിക്കുക മാത്രമാണല്ലോ. ആ നിയമം വ്യാഖ്യാനിച്ച് ഇതുപോലുള്ള ഉത്തരവുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുതയൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ക്രിട്ടിസൈസ് ദ ജഡ്ജ്മെന്റ്സ്, നോട്ട് ദ ജഡ്ജസ്. അതാണല്ലോ നമ്മുടെ അടിസ്ഥാനം കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരുടെ അത്തരം ആശയഗതികളോട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് പറയുന്നു. നിങ്ങൾക്ക് എന്നോട് വിയോജിക്കാം. സ്വയം വിമർശനാത്മകമായിട്ടാണ് താങ്കൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അല്ലേ? യെസ് അല്ലേ?
സ്വയം വിമർശനാത്മകമായിട്ടാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെയാണ്, ഏകപക്ഷീയമായിട്ടല്ല. ഞാൻ ഓക്കെ ആരിഫ് ഹുസൈൻ ഒരു മിനിറ്റ് നമുക്ക് അവസാനിപ്പിക്കാം, സമയം അതിക്രമിക്കുന്നു പെട്ടെന്ന്. അതെ, അല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത്. കോടതിയിലൂടെ വന്നിട്ടുള്ള നിരീക്ഷണങ്ങൾ അത് അനുകൂലമാകുമ്പോൾ അത് ചക്കരയാവുകയും അതുപോലെ പ്രതികൂലമാകുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധം എന്നൊക്കെ പറഞ്ഞ് അതിനോട് വിയോജിക്കുകയും ചെയ്യാനുള്ള അവകാശത്തെ നമ്മൾ തള്ളി പറയുന്നൊന്നുമില്ല. പക്ഷെ ആ ഒരു രീതിയിൽ ഇതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് സത്യത്തിൽ നിയമവാഴ്ചയോടുള്ള ഒരു അവമതിപ്പായിട്ടേ നമുക്ക് അതിനെ അളക്കാൻ പറ്റുള്ളൂ. ഒന്ന് അത്. രണ്ട്, ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ, ജനോസൈഡാണ് നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ജനോസൈഡിലും നിങ്ങൾ ഇടപെടണം. അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. ഇവിടെ പട്ടിണിയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ പട്ടിണി ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലത്തെ നിങ്ങൾ അവഗണിച്ചുകൊണ്ട് കള്ളപ്പട്ടിണിയുള്ള സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ വാചാലനാകുമ്പോൾ അവിടെയാണ് നമ്മുടെ ഇരട്ടത്താപ്പ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ മറ്റ് ന്യൂനപക്ഷ വേട്ട എന്ന് പറയുമ്പോൾ സ്വന്തം കണ്ണിന്റെ മൂക്കിന്റെ തുമ്പിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട നിങ്ങൾ കാണാതെ മറ്റൊരു സ്ഥലത്ത് ന്യൂനപക്ഷ വേട്ട ഉണ്ടെന്ന് സ്ഥാപിച്ചിട്ട് പിന്നെ അതിൽ പ്രക്ഷോഭം നടത്തേണ്ടി വരുന്ന ഒരു ഗതികേട്, ഇതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. പോട്ടെ, അത് നമുക്ക് മനസ്സിലായി, നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.